ഹലോ ഫ്രണ്ട്സ്, അക്കാദമിക് ഹബിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എസ്ഐ ടെസ്റ്റിനെ മുൻനിർത്തി വൈറ്റമിൻസ് എന്നൊരു ഏരിയയാണ് കവർ ചെയ്യാൻ പോകുന്നത്. ഒരു PSC ഷുവർ എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയയാണ് വൈറ്റമിൻസ്, സയൻറ്റിഫിക് നെയിംസ് ഓഫ് വൈറ്റമിൻസ് ആൻഡ് ഡെഫിഷ്യൻസി ഡിസീസസ് ഓഫ് വൈറ്റമിൻസ്. ഈ ടോപ്പിക് നമ്മൾ സ്ലൈഡുകളിലൂടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കോഡുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു സയൻറ്റിഫിക് നെയിം പോലും ബൈ ഹാർട്ട് പഠിക്കാതെ തന്നെ നമുക്ക് വൈറ്റമിൻസിൻ്റെ നെയിംസ് ഓർത്തിരിക്കാൻ പറ്റും. അതാണ് ഈ കോഡിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. വൈറ്റമിൻസ്. എന്താണ് വൈറ്റമിൻസ്? ദ എസെൻഷ്യൽ ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ദ പ്രോപ്പർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫങ്ഷനിങ് ഓഫ് ദ ബോഡി. ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ബോഡി ഡെവലപ്മെൻറ്റിനും ഫങ്ഷനിങ്ങിനും വേണ്ട എസെൻഷ്യൽ ന്യൂട്രിയൻസിന് പറയുന്ന പേരാണ് വൈറ്റമിൻസ്. അപ്പോൾ നമുക്ക് മെയിൻ വൈറ്റമിൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു റെഗുലർ PSC ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ വളരെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദ സയൻറ്റിസ്റ്റ് ഹു കോയിൻഡ് ദ നെയിം വൈറ്റമിൻ. വൈറ്റമിൻ എന്ന നാമം ആദ്യമായി ടേം ചെയ്ത സയൻറ്റിസ്റ്റ് ആരാണ്? അദ്ദേഹം കാസിമർ ഫങ്ക് ആണ് ആ സയൻറ്റിസ്റ്റ്. കാസിമർ ഫങ്ക്. ദ സയൻറ്റിസ്റ്റ് ഹു കോയിൻഡ് ദ നെയിം വൈറ്റമിൻ ഫോർ ദ ഫസ്റ്റ് ടൈം വാസ് കാസിമർ ഫങ്ക്. അദ്ദേഹം ഒരു പോളിഷ് ബയോകെമിസ്റ്റ് ആണ്. ഒരു പോളണ്ട് വംശജനായ ബയോകെമിസ്റ്റ് ആണ് കാസിമർ ഫങ്ക്. അദ്ദേഹമാണ് ആദ്യമായി ഈ എസെൻഷ്യൽ ന്യൂട്രിയൻസിനെ വൈറ്റ അമീൻസ് അല്ലെങ്കിൽ വൈറ്റമിൻസ് എന്ന് ടേം ചെയ്തത് കാസിമർ ഫങ്ക് ആണ്. അങ്ങനെയാണ് എങ്കിൽ ഈ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ആയ വൈറ്റമിൻസിന്റെ ഇമ്പോർട്ടൻറ്റ് വൈറ്റമിൻസ് ഏതാണ് എന്ന് നമുക്ക് നോക്കാം. ദ മെയിൻ വൈറ്റമിൻസ് ആർ, ഒരു സീരീസ് ഓർഡർ തന്നെയാണ്. വൈറ്റമിൻ A, B, C, D, E, ഒരു വേരിയേഷൻ K. അപ്പോൾ 6 വൈറ്റമിൻസ് ആയി. A, B, C, D, E, K. പക്ഷേ ഈ വൈറ്റമിൻ B എന്ന് പറഞ്ഞാൽ ഈ വൈറ്റമിൻ B ഒരു സിംഗിൾ വൈറ്റമിൻ അല്ല. ഇറ്റ് ഈസ് ആക്ച്വലി എ ഗ്രൂപ്പ് ഓഫ് 8 വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ B. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. വൈറ്റമിൻ B കൺസിസ്റ്റ് ഓഫ് വൈറ്റമിൻ B1, B2, B3, B5, B6, B7, B9, B12. ഇതും ഒരു സീരീസ് ആണ്. പക്ഷെ 3 വേരിയേഷൻ വരുന്നുണ്ട്. B1, B2, B3, B4 ഇല്ല. B5, B6, B7, B8 ഇല്ല. പിന്നെ വരുന്നത് B12 ആണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഓഫ് 8 വൈറ്റമിൻസിനെ പറയുന്ന പേരാണ്, ടുഗദർലി പറയുന്ന പേരാണ് B കോംപ്ലക്സ്. അപ്പോൾ എന്താണ് B കോംപ്ലക്സ്? ദ ഗ്രൂപ്പ് ഓഫ് 8 B വൈറ്റമിൻസ് ഈസ് നോൺ ആസ് B കോംപ്ലക്സ്. ഇമ്പോർട്ടൻ്റ് ആണ് B കോംപ്ലക്സ്. അപ്പോൾ ഇപ്പോൾ മൊത്തം നമ്മൾ നോക്കി, A മുതൽ K വരെ മൊത്തം 13 വൈറ്റമിൻസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഈ 13 മെയിൻ വൈറ്റമിൻസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ടാവും. ദ വൈറ്റമിൻസ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻറ്റു 2 ടൈപ്സ് ആണ്, ഫാറ്റ് സോലുബിളും വാട്ടർ സോലുബിളും. 2 ടൈപ്സ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ആൻഡ് വാട്ടർ സോലുബിൾ വൈറ്റമിൻസ്. അപ്പോൾ ഈ മെയിൻ വൈറ്റമിൻസിൽ ഏതൊക്കെയാണ് ഫാറ്റ് സോലുബിളും വാട്ടർ സോലുബിളും എന്നും കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. നമ്മൾ ഇതേപോലെ തന്നെ എഴുതി വയ്ക്കുക. ആദ്യം ഫാറ്റ് സോലുബിൾ, ഒന്നാമത് ഫാറ്റ് സോലുബിൾ, രണ്ടാമത് വാട്ടർ സോലുബിൾ. ഫസ്റ്റ് വാട്ടർ സോലുബിൾ. ഫസ്റ്റ് വൈറ്റമിൻ A നമ്മൾ ഫാറ്റ് സോലുബിളിന് നേരെ എഴുതി A. അത് കഴിഞ്ഞ് BC, അത് നമ്മൾ താഴെ എഴുതി. താഴെ എന്ന് പറയുമ്പോൾ ഏതാണ്? വാട്ടർ സോലുബിളിന് നേരെ BC വന്നു. അത് കഴിഞ്ഞ് ബാക്കി CDEK, അതും വീണ്ടും മുകളിൽ എഴുതി. അപ്പോൾ എങ്ങനെയാണ് പോകുന്നത്? ഫാറ്റ് സോലുബിൾ, വാട്ടർ സോലുബിൾ, വൈറ്റമിൻ A, B, C, D, E, K. ഈ ഒരു ഫ്ലോ ഇപ്പോൾ A, B, C, D, E, K. അപ്പോൾ ഫാറ്റ് സോലുബിൾ A, D, E, K, വാട്ടർ സോലുബിൾ B ആൻഡ് C. അങ്ങനെയാണ് എങ്കിൽ ഇനി ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ 13 വൈറ്റമിൻസിൻ്റെയും കെമിക്കൽ നെയിം അല്ലെങ്കിൽ സയൻറ്റിഫിക് നെയിം, അതിലേതെങ്കിലും ഒരെണ്ണം. A മുതൽ K വരെ നമുക്ക് 13 വൈറ്റമിൻസ് ഉണ്ട്. ആ വൈറ്റമിൻസിൻ്റെ ഏതെങ്കിലും ഒരു വൈറ്റമിൻ്റെ സയൻറ്റിഫിക് നെയിം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത സൈഡ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ടോട്ടൽ നെയിമുകളും കാണാപ്പാഠം പഠിക്കാതെ തന്നെ നമുക്ക് എക്സാമിന് ആൻസർ കണ്ടെത്താൻ പറ്റും. നമുക്ക് അതിലേക്ക് പോകാം. വൈറ്റമിൻസിൻ്റെ സയൻറ്റിഫിക് നെയിം ആദ്യം നമുക്കൊന്ന് ഫെമിലിയറൈസ് ചെയ്യാം. വൈറ്റമിൻ A റെറ്റിനോൾ, B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B5 പാൻതോതെനിക് ആസിഡ്, B6 പീരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സൈനോകൊബാലമിൻ, വൈറ്റമിൻ C അസ്കോർബിക് ആസിഡ്, D കാൽസിഫെറോൾ, E ടോക്കോഫെറോൾ ആൻഡ് ഫൈനലി വൈറ്റമിൻ K ഫൈലോക്വിനോൺ. ഇനി എങ്ങനെയാണ് ഈ സയൻറ്റിഫിക് നെയിം ബൈ ഹാർട്ട് പഠിക്കാതെ തന്നെ നമുക്ക് ഈ വൈറ്റമിൻസ് റെക്കഗ്നൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം.
ഒരു ഫസ്റ്റ് ലെറ്റർ കോഡിംഗ് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ കോഡ് ജനറേറ്റ് ചെയ്ത് ഞാനല്ല, ഞാൻ ഇതേപോലെ യൂട്യൂബ് ചാനൽ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ്. പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. നമുക്ക് സയൻറ്റിഫിക് നെയിം ബൈ ഹാർട്ട് പഠിക്കാതെ തന്നെ നമുക്ക് വൈറ്റമിൻസിൻ്റെ നെയിംസ് ഡിറൈവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ കോഡിങ്ങിലേക്ക് പോകാം. ആദ്യത്തെ 2 കോളം നമ്മൾ നേരത്തെ കണ്ടതാണ്, വൈറ്റമിൻസിൻ്റെ നെയിംസും സയൻറ്റിഫിക് നെയിംസും. നമ്മൾ മൂന്നാമത്തെ കോളം, നമ്മുടെ കോഡ് കോളം ആണ് ഫസ്റ്റ് ലെറ്റർ കോളം. അതിൽ നമ്മൾ 3 വൈറ്റമിൻസിൻ്റെ ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെയും ഫസ്റ്റ് 2 ലെറ്റേഴ്സ് ആണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ആ 3 വൈറ്റമിൻസ് നോക്കാം. വൈറ്റമിൻ B1 തയാമിൻ, അതിൻ്റെ കോഡാണ് THI. വൈറ്റമിൻ B12 സൈനോ കൊബാലമിൻ CAI. ആൻഡ് ഫൈനലി വൈറ്റമിൻ K ഫൈലോക്വിനോൺ PHY. നമുക്ക് നമ്മുടെ കോഡൊന്ന് വായിക്കാം. എളുപ്പത്തിൽ മനസ്സിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കോഡാണിത്. റെത്തിറിനി പാബി ബിഫോസെ അസ്കാട്ടോഫി. റെത്തിറിനി പാബി ബിഫോസെ അസ്കാട്ടോഫി. വൈറ്റമിൻ A മുതൽ B3 വരെ ആദ്യത്തെ ഒരു സ്റ്റാൻസ പോലെ വരും. A മുതൽ B3 വരെ റെത്തിറിനി. B5 to B12 ബി കോംപ്ലക്സ് തീരുന്നു. B5 to B12 പാബി ബിഫോസെ. ആൻഡ് ഫൈനലി വൈറ്റമിൻ C to വൈറ്റമിൻ K അസ്കാട്ടോഫി. റെത്തിറിനി പാബി ബിഫോസെ അസ്കാട്ടോഫി. ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് സയൻറ്റിഫിക് നെയിം ബൈ ഹാർട്ട് ചെയ്യാതെ തന്നെ നോക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മുടെ ഈ കോഡിൽ ഒരു കാര്യം നമുക്ക് ഷുവറാണ്, ഈ കോഡ് ഒരിക്കൽ പോലും റിപ്പീറ്റ് ചെയ്യുന്നില്ല. റെത്തിറിനി പാബി ബിഫോസെ അസ്കാട്ടോഫി. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും? വാട്ട് ഈസ് ദ സയൻറ്റിഫിക് നെയിം ഓഫ് വൈറ്റമിൻ B6? ഈ കോഡ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ വൈറ്റമിൻ B6 എടുത്തു നോക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, സയൻറ്റിഫിക് നെയിം ഓഫ് B6 എന്താണ് എന്നാണ്. B6 നമ്മൾ നോക്കി. B6ൻ്റെ കോഡ് PY ആണ്. അപ്പോൾ തരുന്ന ഓപ്ഷനിൽ, ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനിൽ 4 ഓപ്ഷൻസിൽ ഒരു 99% ഷുവറാണ് PY വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നെയിമേ ഉണ്ടാവത്തുള്ളൂ. ആ നെയിം തന്നെ ആയിരിക്കും നമ്മുടെ സയൻറ്റിഫിക് നെയിം. അപ്പോൾ വാട്ട് ഈസ് സയൻറ്റിഫിക് നെയിം ഓഫ് വൈറ്റമിൻ B6 ചോദിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കോഡ് നോക്കുക. B6ൻ്റെ നേരെയുള്ള കോഡാണ് PY. PY വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പേര് പിരിഡോക്സിൻ. വാട്ട് ഈസ് സയൻറ്റിഫിക് നെയിം ഓഫ് വൈറ്റമിൻ C? കോഡിൽ വൈറ്റമിൻ C നോക്കുക. അതിൻ്റെ കോഡ് ലെറ്റർ ആണ് AS. അപ്പോൾ AS സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സയൻറ്റിഫിക് നെയിം ആയിരിക്കും അസ്കോർബിക് ആസിഡ്. വാട്ട് ഈസ് എ സയൻറ്റിഫിക് നെയിം ഓഫ് വൈറ്റമിൻ B7? സിമിലർലി നമ്മൾ B7 നോക്കുക. B7ൻ്റെ കോഡാണ് BI. BI സ്റ്റാർട്ട് ചെയ്യുന്നത് ബയോട്ടിൻ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് പിരിഡോക്സിൻ ഈസ് എ സയൻറ്റിഫിക് നെയിം ഓഫ് വിച്ച് വൈറ്റമിൻ? പിരിഡോക്സിൻ ഫസ്റ്റ് ലെറ്റേഴ്സ് ഒന്ന് നോക്കുക. പിരിഡോക്സിൻ PY. നമ്മൾ നമ്മുടെ കോഡിൽ PY നോക്കുക. നമുക്കറിയാം PY ഒരിക്കലും കോഡ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. PY വരുന്നത് B6 നേരെയാണ്. അപ്പോൾ വൈറ്റമിൻ B6 ആണ്. വൈറ്റമിൻ B6 ആണ്. വൈറ്റമിൻ B6ൻ്റെ സയൻറ്റിഫിക് നെയിമാണ് പിരിഡോക്സിൻ. നമ്മൾ ഈ 13 വൈറ്റമിൻസും വളരെ ടഫായ സയൻറ്റിഫിക് നെയിംസ് ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കാതെ തന്നെ ഈ ജസ്റ്റ് ഒരു കോഡിലൂടെ റെത്തിറിനി പാബി ബിഫോസെ അസ്കാട്ടോഫി നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് പഠിച്ചാൽ നമുക്ക് കോഡ് ചെയ്യാം. A മുതൽ B3 വരെ റെത്തിറിനി. B5 മുതൽ B12 വരെ ബി കോംപ്ലക്സ് അവസാനിക്കുന്നത് B12ലാണ്. അപ്പോൾ B5 മുതൽ B12 വരെ പാബി ബിഫോസെ. C മുതൽ K വരെ അസ്കാട്ടോഫി. റെത്തിറിനി പാബി ബിഫോസെ അസ്കാട്ടോഫി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കോഡാണ്. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഈ വൈറ്റമിൻ സയൻറ്റിഫിക് നെയിംസ്. എല്ലാവരും ഇത് കൃത്യമായി പഠിച്ചു വെക്കുക. ഒരു മാർക്ക് നമുക്ക് എന്തായാലും എൺ ചെയ്യാൻ പറ്റും ഇവിടുന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. വൈറ്റമിൻസിനെ പറ്റി പഠിക്കാം ഇനി അതൊക്കെയാണെന്ന്. അപ്പോൾ നമ്മൾ ഈസിയസ്റ്റ് വേയിൽ വൈറ്റമിൻസിൻ്റെ സയൻറ്റിഫിക് നെയിംസ് നമ്മൾ നോക്കി. ഇനി നമുക്ക് ഓരോ വൈറ്റമിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ഡിസ്കസ് ചെയ്യാം. വൈറ്റമിൻ A സയൻറ്റിഫിക് നെയിം എന്താണ്? RE റെറ്റിനോൾ. വൈറ്റമിൻ A സയൻറ്റിഫിക് നെയിം റെറ്റിനോൾ. വൈറ്റമിൻ A ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൈറ്റമിൻ ഫോർ ഐസ്. ഏറ്റവും ഇമ്പോർട്ടപ്പെട്ട വൈറ്റമിൻ ഫോർ ഐസ് ആണ് വൈറ്റമിൻ A. വൈറ്റമിൻ A പ്രൊഡ്യൂസസ് പിഗ്മെൻറ്റ്സ് അയഡോസ്പിൻ ആൻഡ് റൊഡോസ്പിൻ. എന്താണ് അയഡോസ്പിന്നും റൊഡോസ്പിന്നും? നമുക്കതൊന്ന് നോക്കാം. നമ്മളുടെ ഹ്യൂമൻ ഐസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു പാർട്ടാണ് റെറ്റിന. റെറ്റിനയിലേക്കാണ് നമ്മുടെ ലെൻസ് വഴി ലൈറ്റ് വന്ന് വീഴുന്നതും അത് ബ്രെയിനിലേക്ക് കഴിക്കുന്നത് റെറ്റിന വെച്ചിട്ടാണ്. റെറ്റിനയിൽ നിന്നാണ് ആ സെൻസസ് പോകുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഈ റെറ്റിനയ്ക്ക് 2 സെൽസ് ആണുള്ളത്. കോൺ സെല്ലുണ്ട്, റോഡ് സെൽസ് ഉണ്ട്. കോൺ സെൽസ് ആൻഡ് റോഡ് സെൽസ്. ഈ കോൺ സെൽസ് ആർ റെസ്പോൺസിബിൾ ഫോർ ബ്രൈറ്റ് വിഷൻ. തിളക്കമേറിയ അല്ലെങ്കിൽ പ്രകാശമേറിയ വിഷന് കാരണമാകുന്നത് കോൺ സെൽസും
ഡിം ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശം കുറഞ്ഞ വെളിച്ചത്തിന് സഹായിക്കുന്ന റോഡ് സെൽസുമാണ്. അപ്പോൾ ഈ കോൺ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പിഗ്മെന്റ് ആണ് ഐഡോസ്പിന്നും ഫോട്ടോസ്പിന്നും. ഐഡോസ്പിൻ അല്ലെങ്കിൽ ഫോട്ടോസ്പിൻ, ക്ഷമിക്കണം, ഐഡോസ്പിന്നിന്റെ വേറെ നെയിമാണ് ഫോട്ടോസ്പിൻ. അപ്പോൾ കോൺ സെൽസ് ബ്രൈറ്റ് വിഷൻ സഹായിക്കുന്നു. അതിന് അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന പിഗ്മെന്റ് ആണ് ഐഡോസ്പിൻ അഥവാ ഫോട്ടോസ്പിൻ. അങ്ങനെയാണ് റെറ്റിനയുടെ തന്നെ രണ്ടാമത്തെ സെല്ലായ റോഡ് സെൽസ് ഫോർ ഡിം ലൈറ്റ് വിഷൻ സഹായിക്കുന്ന റോഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പിഗ്മെന്റ് ആണ് റോഡോസ്പിൻ. ഈ രണ്ട് പിഗ്മെന്റിനെയും പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് നമ്മുടെ വൈറ്റമിൻ എ. അതുകൊണ്ടാണ് നമ്മൾ ഈ വൈറ്റമിൻ എ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൈറ്റമിൻ ഓഫ് ഐസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ റെറ്റിനെ പറ്റി പറഞ്ഞു, കോൺ സെല്ലും റോഡ് സെൽസും പറഞ്ഞു, പിഗ്മെന്റ്സ് പറഞ്ഞു. അങ്ങനെയാണ് എങ്കിൽ ദ ഗ്രേറ്റസ്റ്റ് അല്ലെങ്കിൽ ഗ്രേറ്റ് വിഷൻ പാർട്ട് ഓഫ് റെറ്റിന അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് വിഷൻ പാർട്ട് ഓഫ് റെറ്റിന എന്ന് പറയുന്നത് യെല്ലോ സ്പോട്ടാണ്. യെല്ലോ സ്പോട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ബേസിക് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഇസ് ദ ഗ്രേറ്റസ്റ്റ് വിഷൻ പാർട്ട് ഓഫ് റെറ്റിന ഈസ് നോൺ ആസ് യെല്ലോ സ്പോട്ട്. അങ്ങനെയാണെങ്കിൽ ദ ലീസ്റ്റ് വിഷൻ പാർട്ട് ഓഫ് റെറ്റിന, അതിനിവിടെ എഴുതിയിട്ടില്ല, എന്നാലും ദ ലീസ്റ്റ് വിഷൻ പാർട്ട് ഓഫ് റെറ്റിന എന്ന് പറയുന്നത് ഏതാണ്? ബ്ലൈൻഡ് സ്പോട്ട്. ഗ്രേറ്റ് വിഷൻ പാർട്ട് ഓഫ് റെറ്റിന ഈസ് യെല്ലോ സ്പോട്ട്, ലീസ്റ്റ് വിഷൻ പാർട്ട് ഈസ് ബ്ലൈൻഡ് സ്പോട്ട്. അങ്ങനെയാണ് എങ്കിൽ തിരിച്ചു വരാം. ദ പിഗ്മെന്റ് ബീറ്റ കരോട്ടിൻ ഈസ് ഓൾസോ നോൺ ആസ് പ്രോ വൈറ്റമിൻ എ. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ബീറ്റോ കരോട്ടിൻ ഈസ് നോൺ ആസ് പ്രോ വൈറ്റമിൻ എ. എന്തുകൊണ്ടാണ് ഇവിടെ ഈ പ്രോ വൈറ്റമിൻ എ എന്ന പേര് വന്നത്? അപ്പോൾ ഈ വൈറ്റമിൻ എയുടെ ഫോർമേഷൻ സമയത്ത് ബീറ്റ കരോട്ടിൻ ആണ് വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ബീറ്റ കരോട്ടിനെ പ്രോ വൈറ്റമിൻ എ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത് ബീറ്റ കരോട്ടിൻ ആണ്. അതുപോലെ തന്നെ ജനറ്റിക്കലി ക്രിയേറ്റഡ് റൈസ് നോൺ ആസ് ഗോൾഡൻ റൈസ് ഈസ് റിച്ച് ഇൻ വൈറ്റമിൻ എ. ജനിതകമായി ഉണ്ടാക്കിയ ഗോൾഡൻ റൈസ്, സുവർണ അരി, മലയാളത്തിൽ സുവർണ അരി എന്ന അരി, ഇറ്റ് ഈസ് കണ്ടെയ്ൻ മാക്സിമം എമൗണ്ട് ഓഫ് വൈറ്റമിൻ എ. വൈറ്റമിൻ എ എൻട്രി ചെയ്തേക്കുന്നത്, അതായത് കണ്ണിന് ഇമ്പോർട്ടൻ്റ് ആയ വൈറ്റമിൻ എ എൻട്രി ചെയ്ത് ഉണ്ടാക്കിയ ജനറ്റിക്കലി ക്രിയേറ്റഡ് റൈസ് ആണ് ഗോൾഡൻ റൈസ്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൈറ്റമിൻ ഫോർ ഐസ് വൈറ്റമിൻ എ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എങ്കിൽ ദ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് അറിയൂ? സെറോഫ്താൽമിയ, നൈറ്റ് ബ്ലൈൻഡ്നസ് ആണ്. സെറോഫ്താൽമിയ ആൻഡ് നൈറ്റ് ബ്ലൈൻഡ്നസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഡിസീസസ്. ഈ സെറോഫ്താൽമിയ എന്ന് പറഞ്ഞാൽ ദ കണ്ടീഷൻ ഇൻ വിച്ച് ദ ഐ ബിക്കം ഡ്രൈ, നമ്മുടെ ഹ്യൂമൻ ഐസ് ബിക്കം ഡ്രൈ ആവുന്ന ഒരു കണ്ടീഷനാണ് സെറോഫ്താൽമിയ. അതേപോലെ നൈറ്റ് ബ്ലൈൻഡ്നസ്, നിശാന്തത, അതും ഒരു വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഡിസീസ് ആണ്. അങ്ങനെയാണ് എങ്കിൽ ഈ ഈ നൈറ്റ് ബ്ലൈൻഡ്നസ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് റോസ് ബംഗാൾ ടെസ്റ്റ്. ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, നമ്മുടെ പോയിന്റ് ആയിട്ട് വരുന്നതല്ല, എന്നാലും ഒരു PSC ക്വസ്റ്റ്യൻ ആണ്. ദ ടെസ്റ്റ് യൂസ്ഡ് ഫോർ നൈറ്റ് ബ്ലൈൻഡ്നസ് ടു ഡിറ്റക്ട് നൈറ്റ് ബ്ലൈൻഡ്നസ് എന്ന് പറയുന്നത് ഏതാണ്? റോസ് ബംഗാൾ ടെസ്റ്റ് ആണ്. അങ്ങനെയാണ് എങ്കിൽ കളർ ബ്ലൈൻഡ്നസ് എന്നൊരു അസുഖമുണ്ട്, കളർ ബ്ലൈൻഡ്നസ്. ആ കളർ ബ്ലൈൻഡ്നസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഇഷിഹാര ടെസ്റ്റ് ഫോർ കളർ ബ്ലൈൻഡ്നസ് ആണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ ഡെഫിഷ്യൻസി ഡിസീസസ് ഓഫ് വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണമാണ്, സെറോഫ്താൽമിയ, നൈറ്റ് ബ്ലൈൻഡ്നസ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഐസ് ആണ്. അങ്ങനെയാണ് എങ്കിൽ ദ എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈറ്റമിൻ എ ഈസ് സ്റ്റോർഡ് ഇൻ എവിടെയാണ്? ലിവറിലാണ്. ദ എക്സസ് പ്രൊഡ്യൂസർ വൈറ്റമിൻ എ ഈസ് സ്റ്റോർഡ് ഇൻ ദ ലിവർ. അപ്പോൾ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ വൈറ്റമിൻ എ, റെറ്റിനോൾ, ഇമ്പോർട്ടൻറ്റ് ഫോർ ഐസ് ആണ്, പ്രൊഡ്യൂസേഴ്സ് ഐഡോസ്പിൻ ആൻഡ് ഫോട്ടോസ്പിൻ. രണ്ടും റെറ്റിനയിലെ രണ്ട് കോൺസെൽസിന്റെയും റോഡ് സെൽസിന്റെയും പിഗ്മെന്റ് ആണ് ഐഡോസ്പിനും റോഡോസ്പിനും. അതുകൊണ്ടാണ് അതേപോലെ തന്നെ ഡെഫിഷ്യൻസി ഡിസീസസ് കോസസ് സെറോഫ്താൽമിയ, നൈറ്റ് ബ്ലൈൻഡ്നസ്. അതേപോലെ തന്നെ പറയുമ്പോൾ ദ ബീറ്റ കരോട്ടിൻ, ദ പിഗ്മെന്റ് ബീറ്റ കരോട്ടിൻ ഈസ് നോൺ ആസ് പ്രോ വൈറ്റമിൻ എ. ജനറ്റിക്കലി ക്രിയേറ്റഡ് റൈസ് നോൺ ആസ് ഗോൾഡൻ റൈസ് ഈസ് ഫുൾ ഓഫ് അല്ലെങ്കിൽ ഈസ് റിച്ച് വിത്ത് വൈറ്റമിൻ എ. എക്സസീവ്ലി പ്രൊഡ്യൂസ്ഡ് വൈറ്റമിൻ എ ഈസ് സ്റ്റോർഡ് ഇൻ ദ ലിവർ. അപ്പോൾ നമ്മുടെ വൈറ്റമിൻ എ കഴിഞ്ഞു. ഗ്രൂപ്പ് ഓഫ് 8 ബി വൈറ്റമിൻസിനെ കളക്റ്റീവ്ലി പറയുന്ന പേരാണ് ബി കോംപ്ലക്സസ്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് പഠിക്കാം. വൈറ്റമിൻ B1 സയന്റിഫിക് നെയിം ഈസ് തിയാമിൻ. തിയാമിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് ബെറിബെറി. ഈ ബെറിബെറി എന്ന് പറയുമ്പോൾ ഈ നെർവസ് സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഡിസീസാണ് ബെറിബെറി. വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി ഡിസീസാണ് ബെറിബെറി. വൈറ്റമിൻ B2 സയന്റിഫിക് നെയിം ഈസ് റൈബോഫ്ലാവിൻ എന്നാണ് സയന്റിഫിക് നെയിം.
ഈ വൈറ്റമിൻ B2 ആണ് ദാറ്റ് ഗീവ്സ് സ്ലൈറ്റ് യെല്ലോ കളർ ടു മിൽക്ക്. സ്ലൈറ്റ് യെല്ലോ കളർ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ വൈറ്റമിൻ വിച്ച് പ്രൊവൈഡ്സ് എ സ്ലൈറ്റ് യെല്ലോ കളർ ടു മിൽക്ക് ഈസ് വൈറ്റമിൻ B2. വൈറ്റമിൻ B2 ഗെറ്റ് ഡിസ്ട്രോയിഡ് ത്രൂ ഡയറക്റ്റ് സൺലൈറ്റ് എക്സ്പോഷർ. ഡയറക്റ്റ് സൺലൈറ്റ് എക്സ്പോഷറിൽ നശിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ B2. പാലിന് ഒരു യെല്ലോ കളർ കൊടുക്കുന്നത് വൈറ്റമിൻ B2 ആണ്. അതേപോലെ ഗെറ്റ് ഡിസ്ട്രോയിഡ് ത്രൂ ഡയറക്റ്റ് എക്സ്പോഷർ ഓഫ് സൺലൈറ്റ്. അതേപോലെ വൈറ്റമിൻ B2 ഡെഫിഷ്യൻസി ഡിസീസ് ആണ് മൗത്ത് അൾസർ. വായ്പുണ്ണ് എന്നൊക്കെ പറയുന്ന മൗത്ത് അൾസർ ആണ് വൈറ്റമിൻ B2 ഡെഫിഷ്യൻസി ഡിസീസ്. വൈറ്റമിൻ B3 സയന്റിഫിക് നെയിം ഈസ് നിയാസിൻ. നിയാസിൻ എന്നാണ് സയന്റിഫിക് നെയിം. വൈറ്റമിൻ B3 ഡെഫിഷ്യൻസി ഡിസീസ് ആണ് പെല്ലഗ്ര. പെല്ലഗ്ര എന്നാണ് വൈറ്റമിൻ B3 ഡെഫിഷ്യൻസി ഡിസീസ് പഠിക്കുന്നത്. പെല്ലഗ്ര അതിന് ഈ പെല്ലഗ്ര മീൻസ് ഒരു സ്കിൻ ഡിസീസാണ്. സ്കിൻ ഡിസീസാണ് പെല്ലഗ്ര. അതുകൊണ്ട് തന്നെ ഈ വൈറ്റമിൻ B3 ഡെഫിഷ്യൻസി കോസസ് പെല്ലഗ്ര. ദാറ്റ്സ് വൈ വൈറ്റമിൻ B3 ഈസ് ഓൾസോ നോൺ ആസ് ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൈറ്റമിൻ ഈസ് നോൺ ആസ് ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ? ഒന്നെങ്കിൽ നമുക്ക് വൈറ്റമിൻ B3 എന്ന് പറയാം, അല്ലെങ്കിൽ നിയാസിൻ എന്ന് പറയാം. വൈറ്റമിൻ B3. ദെൻ വൈറ്റമിൻ B5, വൈറ്റമിൻ B4 ഇല്ല, നമ്മളെ ഓർഡർ പഠിച്ചതാണ്. 3 വേരിയേഷൻ വരുന്നു. B1, B2, B3, B5, B6, B7, B9 ആൻഡ് ഫൈനലി B12. അപ്പോൾ നമുക്ക് B3 നിയാസിൻ പെല്ലഗ്ര കഴിഞ്ഞ് അടുത്ത വൈറ്റമിൻ ആണ് വൈറ്റമിൻ B5 പാൻതോതെനിക് ആസിഡ്. വൈറ്റമിൻ B5 പാൻതോതെനിക് ആസിഡ്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുമ്പോൾ ഡെഫിഷ്യൻസി ഡിസീസ് മാത്രം പറഞ്ഞാൽ മതി. പരത്തേഷ്യ. പരത്തേഷ്യ എന്ന ഡിസീസാണ് വൈറ്റമിൻ B5 മൂലം ഉണ്ടാകുന്നത്. പരത്തേഷ്യ. വൈറ്റമിൻ B6 സയന്റിഫിക് നെയിം ഓഫ് വൈറ്റമിൻ B6 ഈസ് പിരിഡോക്സിൻ. ഡെഫിഷ്യൻസി ഡിസീസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അത് കാരണം സയന്റിഫിക് നെയിം മാത്രം പിരിഡോക്സിൻ മാത്രം ഓർത്തു വയ്ക്കുക. വൈറ്റമിൻ B7 സയന്റിഫിക് നെയിം ഓർ കെമിക്കൽ നെയിം ഈസ് ബയോട്ടിൻ എന്നാണ്. നമ്മൾ ഈ ബയോട്ടിൻ എന്ന പേര് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ബയോട്ടിൻ? ഹ്യൂമൻ ബോഡിയിൽ ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് ബയോട്ടിൻ, അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ആണ് ബയോട്ടിൻ. ഈ ബയോട്ടിൻ ക്യാപ്സ്യൂൾസ് അല്ലെങ്കിൽ ബയോട്ടിൻ ക്യാപ്സ്യൂൾസ് ഒക്കെയാണ് ഈ ഹെയർ ഗ്രോത്തിന് വേണ്ടി ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഡെഫിഷ്യൻസി ഡിസീസ് ആയിട്ട് പറയാനില്ല, എന്നാലും വൈറ്റമിൻ B7 അല്ലെങ്കിൽ ബയോട്ടിൻ്റെ കുറവ് കാരണം ഹെയർ ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഹെയർ ലോസ് അപ്പോൾ ഒരു ഡിസീസ് ആയിട്ട് പറയാൻ പറ്റില്ല, എന്നാലും വൈറ്റമിൻ B7 ഡെഫിഷ്യൻസി ക്യാൻ കോസ് ഹെയർ ലോസ് ഉണ്ട്. അതേപോലെ വൈറ്റമിൻ B7 ഈസ് ഓൾസോ നോൺ ആസ് വൈറ്റമിൻ H. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൈറ്റമിൻ ഈസ് നോൺ ആസ് വൈറ്റമിൻ H? വൈറ്റമിൻ H എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ B7 ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എലിസ ടെസ്റ്റ്. ഈ വൈറ്റമിൻ H അല്ലെങ്കിൽ വൈറ്റമിൻ B7 ഈസ് യൂസ്ഡ് ഫോർ എലിസ ടെസ്റ്റ്. എലിസ ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ബോഡിയിലുള്ള ആൻറ്റിബോഡീസിൻ്റെ മെഷർ അളക്കാനുള്ളൊരു ടെസ്റ്റാണ് എലിസ ടെസ്റ്റ്. രോഗപ്രതിരോധ ശക്തി കുറയുമ്പോഴൊക്കെയാണ് ഈ എലിസ ടെസ്റ്റ് ഡോക്ടർമാർ പ്രിഫർ ചെയ്യുന്നത്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എന്തോരം ആൻറ്റിബോഡീസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ അതിന് എത്ര എമൗണ്ടിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ആ ഒരു ടെസ്റ്റ് അത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് എലിസ ടെസ്റ്റ്. അതിന് യൂസ് ചെയ്യുന്നത് വൈറ്റമിൻ B7 ആണ്. ദെൻ വൈറ്റമിൻ B9. Vitamin B9 is highly important for the production of RBC and DNA. RBC means red blood corpuscles. DNA എന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാ വിവരങ്ങളും സ്റ്റോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹെറിഡിറ്റി ഒക്കെ പറയുന്ന DNA ആണ്. അപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് RBC റെഡ് ബ്ലഡ് കോർപ്പസൽസ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് DNA ആർ സിന്തസൈസ്ഡ് ബൈ വൈറ്റമിൻ B9 ആണ്. അതേപോലെ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ പ്രഗ്നന്റ് വുമൺ ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റമിൻ B9. ആൻഡ് ദ ഡെഫിഷ്യൻസി ഡിസീസ് ഓഫ് വൈറ്റമിൻ B9 ഈസ് അനീമിയ. വിളർച്ച എന്ന് പറയുന്ന അനീമിയയാണ് വൈറ്റമിൻ B9 ഡെഫിഷ്യൻസി ഡിസീസ്. അവർ ലാസ്റ്റ് B കോംപ്ലക്സ് ആണ് വൈറ്റമിൻ B12. ദ വൈറ്റമിൻ ദാറ്റ് കണ്ടെയ്ൻ കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണിത്. വിച്ച് ഇസ് ദ വൈറ്റമിൻ ദാറ്റ് കണ്ടെയ്ൻ കൊബാൾട്ട്? വൈറ്റമിൻ B12 ആണ്. അതേപോലെ വൈറ്റമിൻ പ്രസന്റ് ഇൻ റെയിൻ വാട്ടർ, അതും വൈറ്റമിൻ B12 ആണ്. അപ്പോൾ വൈറ്റമിൻ that contain cobalt and vitamin present in rainwater are vitamin B12 and deficiency disease is pernicious anemia. ഈ സയന്റിഫിക് നെയിംസും ഡെഫിഷ്യൻസി ഡിസീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എല്ലാ സയന്റിഫിക് നെയിംസും എല്ലാ ഡിസീസസും നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ട് നമുക്കിതൊരു ടേബിളാക്കി ഒരു എളുപ്പവഴിയിലൂടെ നമുക്ക് പഠിച്ചു വെക്കാം. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം അടുത്ത വൈറ്റമിനിലേക്ക് കിടക്കാം. വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ് എന്നാണ് വൈറ്റമിൻ സിയുടെ സയന്റിഫിക് നെയിം. അങ്ങനെയാണെങ്കിൽ വൈറ്റമിൻ സി ഈസ് ദ ഫസ്റ്റ് വൈറ്റമിൻ ടു ബി കെമിക്കലി പ്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി.
അതുപോലെ വൈറ്റമിൻ സി ഈസ് നോൺ ആസ് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൈറ്റമിൻ ഈസ് നോൺ ആസ് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ? വൈറ്റമിൻ സി ആണ്. അതേപോലെ ഈ വൈറ്റമിൻ സി ഗെറ്റ് ലോസ് ത്രൂ ഹീറ്റിംഗ് ഓർ കുക്കിംഗ്. ഭക്ഷണം ചൂടാക്കുമ്പോൾ അല്ലെങ്കിൽ കുക്ക് ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. അതേപോലെ തന്നെ വൈറ്റമിൻ സി ഈസ് എലിമിനേറ്റഡ് ത്രൂ യൂറിൻ. യൂറിനിൽ കൂടെ എലിമിനേറ്റ് ചെയ്യപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. പ്രൈം സോഴ്സ് ഏതൊക്കെയാണ്? ഓറഞ്ച് ആൻഡ് ലെമൺ. ഇമ്പോർട്ടൻ്റ് ആണ്, ഓറഞ്ച് ആൻഡ് ലെമൺ ആണ് പ്രൈം സോഴ്സസ് ഓഫ് വൈറ്റമിൻ സി. ആൻഡ് വൈറ്റമിൻ സി ഈസ് വെരി മച്ച് ആൻഡ് ഹൈലി ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രൊവൈഡിങ് ഇമ്മ്യൂണിറ്റി ടു ദ ബോഡി. ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പകരുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. അങ്ങനെയാണ് എങ്കിൽ ഈ വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഡിസീസ് ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഡിസീസാണ്, ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, സ്കർവി. എന്താണ് സ്കർവി? വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ആണ് സ്കർവി. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്പർ ഓഫ് ടൈംസ് ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ആണ് സ്കർവി. ഒരു കോഡിലൂടെ പഠിച്ചു വെക്കാം, നമുക്ക് സ്കർവി എന്തായാലും നമ്മൾ മറക്കില്ല, ഡിസീസാണ് നമുക്കറിയാം. അപ്പോൾ സി സ്കർവി, സി സ്കർവി, വൈറ്റമിൻ സി സ്കർവി, സി സ്കർവി. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി ഡിസീസാണ് സ്കർവി, കോഡാണ് സി സ്കർവി. അങ്ങനെയാണ് എങ്കിൽ ദ ഡിസീസ് വിച്ച് ഈസ് നോൺ ആസ് ദ പ്ലേഗ് ഓഫ് സെയിലിയേഴ്സ്. പ്ലേഗ് ഓഫ് സെയിലിയേഴ്സ് എന്നറിയപ്പെടുന്ന ഡിസീസാണ് സ്കർവി. എന്തുകൊണ്ടാണ് ഈ സ്കർവി പ്ലേഗ് ഓഫ് സെയിലിയേഴ്സ് എന്നറിയപ്പെടുന്നത്? സെയിലേഴ്സ് പണ്ട് കാലത്ത് സെയിലിങ്ങിന് പോകുമ്പോൾ ഒരു മോർ ദാൻ 3 years ഒക്കെയാണ് അവർ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വളരെ ഫ്രഷ് ഫുഡിൻ്റെ കുറവുണ്ടാവും. നമുക്കറിയാം വൈറ്റമിൻ സി ആണ് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഫ്രഷ് ഫുഡ് വൈറ്റമിൻ്റെ കുറവ് ഒരുപാട് ഉണ്ടാകുന്നത് കാരണം അവർക്ക് വരുന്ന അസുഖമാണ് സ്കർവി. അതുകൊണ്ട് തന്നെയാണ് ഈ സ്കർവിനെ പ്ലേഗ് ഓഫ് സെയിലേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ ദ ലാക്ക് ഓഫ് വിച്ച് വൈറ്റമിൻ റിസൾട്ട് ഇൻ ഡിലേയിങ് ഹീലിംഗ് ഓഫ് ബോഡി വൂൺസ്. വൈറ്റമിൻ സി ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു വൈറ്റമിൻ ഇമ്പോർട്ടൻറ്റ് വൈറ്റമിൻ പ്രൊവൈഡിങ് ഇമ്മ്യൂണിറ്റി വൈറ്റമിൻ സി ആണ്. അതുകൊണ്ട് തന്നെയാണ് വൈറ്റമിൻ സിയുടെ അഭാവത്തിൽ ബോഡി വൂൺസ് ഹീൽ ചെയ്യാൻ, കയ്യിലും കാലിലും ഉണ്ടാക്കുന്ന മുറിവ് ഉണങ്ങാനായിട്ട് ടൈം കൂടുതലെടുക്കുന്നു. അപ്പോൾ ലാക്ക് ഓഫ് വൈറ്റമിൻ വിച്ച് വൈറ്റമിൻ റിസൾട്ട് ഇൻ ഡിലേഡ് ഹീലിംഗ് ഓഫ് ബോഡി വൂൺസ് വൈറ്റമിൻ സി ആണ്. നെക്സ്റ്റ് വൈറ്റമിനിലേക്ക് പോകാം. വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ സയൻറ്റിഫിക് നെയിമാണ് കാൽസിഫെറോൾ. വൈറ്റമിൻ ഡി പ്രൊമോട്ട്സ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം ആൻഡ് ഫോസ്ഫറസ് ടു ദ ബ്ലഡ്. ഇമ്പോർട്ടൻ്റ് ആണ്, കാൽസ്യം ആൻഡ് ഫോസ്ഫറസ് ടു ദ ബ്ലഡിൻ്റെ അബ്സോർപ്ഷനെ പ്രൊമോട്ട് ചെയ്യുന്നത് വൈറ്റമിൻ ഡി ആണ്. അങ്ങനെയാണെങ്കിൽ വൈറ്റമിൻ ഡി ഈസ് ഹെൽപ്സ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ബോൺസ് ആൻഡ് ടീത്ത്. നമുക്കിവിടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. കാൽസ്യം ആൻഡ് ഫോസ്ഫറസ് ആണ് ബോൺസിലും ടീത്തിലുമുള്ള ഏറ്റവും മെജോറിറ്റി അടങ്ങിയിരിക്കുന്ന എലമെൻ്റ് ആണ് കാൽസ്യമും ഫോസ്ഫറസും. കാൽസ്യമാണ് ഏറ്റവും കൂടുതലുള്ളത്. ആ രണ്ട് എലമെൻസിനെയും അതിൻ്റെ അബ്സോർപ്ഷൻ, ഹ്യൂമൻ ബ്ലഡിലേക്ക് അതിൻ്റെ അബ്സോർപ്ഷനെ പ്രൊമോട്ട് ചെയ്യുന്നത് വൈറ്റമിൻ ഡി ആണ്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ബോൺസ് ആൻഡ് ടീത്ത്. അതുപോലെ വൈറ്റമിൻ ഡി ഈസ് ദ ലീസ്റ്റ് ഫുഡ് സോഴ്സ്ഡ് വൈറ്റമിൻ ആണ്. ലീസ്റ്റ് ഫുഡ് സോഴ്സ്ഡ് വൈറ്റമിൻ ആണ്. വൈറ്റമിൻ ഡിയുടെ പ്രൈം സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ്. നമുക്ക് സൺലൈറ്റിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി ലഭിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ എങ്ങനെയാണ് ഈ സൺലൈറ്റ് വഴി നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കാം. When the sunlight directly falls over the skin, the cholesterol in the blood get converted into vitamin D. അപ്പോൾ സൺലൈറ്റ് പതിക്കുന്നത് മൂലം ശരീരത്തിലെ കൊളസ്ട്രോൾ ആണ് വൈറ്റമിൻ ഡി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. പ്രൈം സോഴ്സ് സൺലൈറ്റ് തന്നെയാണ്. ഈ പ്രൈം സോഴ്സ് സൺലൈറ്റ് ആയത് കാരണം വൈറ്റമിൻ ഡി ഈസ് ഓൾസോ നോൺ ആസ് സൺഷൈൻ വൈറ്റമിൻ. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ്. അപ്പോൾ ഈ വൈറ്റമിൻ ഡിന് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, D2 ആൻഡ് D3. D3 എന്ന് പറയുമ്പോൾ എർഗോ കാൽസിഫറോൾ ആൻഡ് D3 എന്ന് പറയുമ്പോൾ കോളികാൽസിഫറോൾ. എന്താണ് എർഗോ കാൽസിഫറോൾ? പ്ലാന്റ് സോഴ്സ് ആൻഡ് ഫോർട്ടിഫൈഡ് ഫുഡ്സ് ആണ് ഈ എർഗോ കാൽസിഫറോളിൻ്റെ പ്രൈം സോഴ്സസ്. പ്ലാന്റ് സോഴ്സസ് നമുക്കറിയാം, പ്ലാന്റ് മെറ്റീരിയൽസ് ആണ് പ്ലാന്റ് സോഴ്സസ്. ഫോർട്ടിഫൈഡ് ഫുഡ്സ്, എന്താണ് ഫോർട്ടിഫൈഡ് ഫുഡ്സ്? പ്രിപ്പയർ ചെയ്ത ഫുഡ്, വൈറ്റമിൻ കണ്ടന്റ് നമുക്ക് വേണ്ട രീതിയിൽ അടക്കി നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത ഫുഡാണ് ഫോർട്ടിഫൈഡ് ഫുഡ്സ്. അപ്പോൾ എന്ന് പറയുമ്പോൾ എർഗോ കാൽസിഫറോൾ പ്രൈം സോഴ്സസ് പ്ലാന്റ് ആണ്, ഫോർട്ടിഫൈഡ് ഫുഡ്സ് ആണ്. ദെൻ D3 കോൾ കാൽസിഫറോൾ. ഇറ്റ് ഈസ് എൻ അനിമൽ സോഴ്സ്ഡ് ഫുഡ്. അനിമൽ സോഴ്സ്ഡ് ഫുഡാണ് കോൾ കാൽസിഫറോൾ. അങ്ങനെയാണെങ്കിൽ എന്താണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഡിസീസസ്? റിക്കറ്റ് ആൻഡ് ഓസ്റ്റിയോ മലേഷ്യ ആണ്.
റിക്കറ്റ്സ് ഇസ് ദ മെയിൻലി ഫൗണ്ട് ഇൻ ചിൽഡ്രൻ ആൻഡ് ഓസ്റ്റിയോമലേഷ്യ ഇൻ അഡൽട്സ് ആണ്. പക്ഷേ മിക്കവാറും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വാട്ട് ഈസ് ദ ഡെഫിഷ്യൻസി ഡിസീസ് ഓഫ് വൈറ്റമിൻ ഡി എന്ന് ചോദിച്ചാൽ റിക്കറ്റ് ആയിരിക്കും കാണിച്ചിരിക്കുന്നത്, റിക്കറ്റ്. അപ്പോൾ എന്ന് പറയുമ്പോൾ മെജോറിറ്റി പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഡെഫിഷ്യൻസി ഡിസീസ് ഓഫ് വൈറ്റമിൻ ഡി എന്ന് ചോദിച്ചാൽ റിക്കറ്റ് ആയിരിക്കും ഉത്തരം വരേണ്ടത്. എന്നാലും ഒരു ഡീപ് ക്ലാസിഫിക്കേഷനിൽ റിക്കറ്റ്സ് ആർ മെയിൻലി അസോസിയേറ്റഡ് വിത്ത് ചിൽഡ്രൻ ആൻഡ് ഓസ്റ്റിയോമലേഷ്യ ഈസ് മെയിൻലി കോൺസെൻട്രേറ്റഡ് ഓൺ അഡൽട്സ് ആണ്. അപ്പോൾ റിക്കറ്റിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് റിക്കറ്റ്. അതുകൊണ്ട് ആന്റി റിക്കറ്റിക് വൈറ്റമിൻ എന്നും വൈറ്റമിൻ ഡി അറിയപ്പെടുന്നു. ആന്റി റിക്കറ്റിക് വൈറ്റമിൻ നമ്മൾ രണ്ട് പേര് പഠിച്ചു. സണ്ണിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതുകൊണ്ട് സൺഷൈൻ വൈറ്റമിൻ, റിക്കറ്റിന് കാരണമാകുന്നതുകൊണ്ട് ആന്റി റിക്കറ്റ് വൈറ്റമിൻ. അതേപോലെ ഒരു പേരും കൂടെയുണ്ട്, സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നും വൈറ്റമിൻ ഡി അറിയപ്പെടുന്നു. വൈറ്റമിൻ ഡിക്ക് മൂന്ന് പേര്, സൺഷൈൻ വൈറ്റമിൻ, ആന്റി റിക്കറ്റിക് വൈറ്റമിൻ ആൻഡ് ഫൈനലി സ്റ്റിറോയിഡ് വൈറ്റമിൻ. Our next vitamin is vitamin E. Scientific name is tocopherol എന്നാണ്. The vitamin that is classified as a hormone. ഒരു ഹോർമോണായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. അതുപോലെ വൈറ്റമിൻ ഇ പ്രിവെൻസ് സെൽ ഡാമേജ് തടയാൻ ഒരു ഇമ്പോർട്ടൻറ്റ് പങ്ക് വഹിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ ഈസ് ഓൾസോ എസെൻഷ്യൽ ഫോർ എ ഹെൽത്തി സ്കിന്നിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. നോൺ ആസ് ബ്യൂട്ടി വൈറ്റമിൻ, നമുക്ക് ഇവിടെ റിലേറ്റ് ചെയ്യാം. ഹെൽത്തി സ്കിന്നിന് വേണ്ടി വരുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ, ഹെൽത്തി സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പോൾ സ്കിൻ ഹെൽത്തി ആയി നിൽക്കുമ്പോൾ സഹായിക്കുന്നത് വൈറ്റമിൻ ഇ ആണ്. അതുകൊണ്ട് തന്നെയാണ് വൈറ്റമിൻ ഈസ് ഓൾസോ നോൺ ആസ് ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു വൈറ്റമിൻ ഇ. ലോ ലെവൽ ഓഫ് വൈറ്റമിൻ ഇ ആർ ഓഫൺ ഫൗണ്ട് ഇൻ മെൻ വിത്ത് ഫെർട്ടിലിറ്റി പ്രോബ്ലംസ്. അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഡിസീസായിട്ട് നമുക്ക് ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓഫൺ സീൻ ദാറ്റ് മെൻ ഹാവിങ് ഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ഹാവ് ലോ ലെവൽ ഓഫ് വൈറ്റമിൻ ഇ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അവസ്ഥയുള്ളവർക്ക് ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്നത് ഈ വൈറ്റമിൻ ഇ കണ്ടന്റ് ഉള്ള മരുന്നുകളാണ്. അതുകൊണ്ട് തന്നെ ഈ വൈറ്റമിൻ ഈസ് ഓൾസോ നോൺ ആസ് ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ. ഇമ്പോർട്ടൻ്റ് ആണ് ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ. അപ്പോൾ രണ്ട് പേരുകളായ വൈറ്റമിൻ ഇക്ക് ബ്യൂട്ടി വൈറ്റമിൻ എന്നും ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് നട്ട്സും വെജിറ്റബിൾ ഓയിൽസുമാണ്. ആൽമോണ്ട്സ്, നട്ട്സ് എന്ന് പറയുമ്പോൾ ആൽമോണ്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ആൽമോണ്ട്സ് എന്ന് പറയുമ്പോൾ ബദാമാണ് ആൽമോണ്ട്സ്. അതേപോലെ പീനട്സ്. വെജിറ്റബിൾ ഓയിൽസ് ആണെങ്കിൽ സൺഫ്ലവർ ഓയിൽ, സോയാബീൻ ഓയിൽ. വേറെയും ഉണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സോഴ്സ് ആണ് നട്ട്സും വെജിറ്റബിൾ ഓയിൽസും. അപ്പോൾ വൈറ്റമിൻ ഇ കഴിഞ്ഞു. അവർ ലാസ്റ്റ് മെയിൻ വൈറ്റമിൻ ഈസ് വൈറ്റമിൻ കെ. ഫൈലോക്വിനോൺ എന്നാണ് വൈറ്റമിൻ കെയുടെ ശാസ്ത്രനാമം അല്ലെങ്കിൽ കെമിക്കൽ നെയിം. അങ്ങനെയാണ് എങ്കിൽ ഈ വൈറ്റമിൻ കെയുടെ പ്രൈം ഇമ്പോർട്ടൻസ് ആണ് ഇറ്റ് ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൈറ്റമിൻ ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ് സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ കെ ഈസ് നോൺ ആസ് കൊയാഗുലേറ്റിംഗ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ കെ ആണ്. ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പ്രൈം ഇമ്പോർട്ടൻസ് ഓഫ് വൈറ്റമിൻ കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബ്ലഡ് ക്ലോട്ടിങ്ങിനുള്ളതാണ്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ കെ നോൺ ആസ് കൊയാഗുലേഷൻ വൈറ്റമിൻ. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ ഫംഗ്ഷനിങ് ഓഫ് ദ ലിവറിൻ്റെ ഫംഗ്ഷനിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആയത് വൈറ്റമിൻ കെ ആണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചിരുന്നത് വെരി ഫസ്റ്റ് വൈറ്റമിൻ ഒന്ന് റിലേറ്റ് ചെയ്യാം. ഏറ്റവും ലാസ്റ്റ് വൈറ്റമിൻ ആയ വൈറ്റമിൻ കെ എസെൻഷ്യൽ ഫോർ ഫംഗ്ഷനിങ് ഓഫ് ദ ലിവർ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് വൈറ്റമിൻ ആയ വൈറ്റമിൻ എ ലിവറായിട്ട് റിലേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? excess vitamin A that is produced in the human body is stored in the liver. അപ്പോൾ ലിവർ വെച്ച് നമുക്കൊന്ന് റിലേറ്റ് ചെയ്യാം. വൈറ്റമിൻ എ ഫസ്റ്റ് വൈറ്റമിൻ ആണ്. എക്സസൈസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റമിൻ ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ലിവർ ആണ്. അതേപോലെ ലാസ്റ്റ് വൈറ്റമിൻ കെ എസെൻഷ്യൽ ഫോർ ദ ഫംഗ്ഷനിങ് ഓഫ് ദ ലിവർ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡെഫിഷ്യൻസി ഡിസീസ് ഓഫ് വൈറ്റമിൻ കെ? ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നതാണ് വൈറ്റമിൻ കെ. അതുകൊണ്ട് തന്നെ എക്സസീവ് ബ്ലീഡിംഗ് ആണ് വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി ഡിസീസ്. എക്സസീവ് ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മുറിവുണ്ടായാൽ പോലും വളരെ വലിയൊരു രക്തസ്രാവം ഉണ്ടാവും. അതിനെയാണ് എക്സസീവ് ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. അതിന് കാരണം വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് റിലേറ്റിംഗ് ഓൾ വൈറ്റമിൻസ് നമ്മൾ കവർ ചെയ്തു. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ കണ്ടീഷൻ ഇൻ വിച്ച് ദ വൈറ്റമിൻ ഇൻ ദ ബോഡി ഇൻക്രീസസ് ഈസ് നോൺ ആസ് ഹൈപ്പർ വൈറ്റമിനോസിസ് എന്നാണ് ശരീരത്തിലെ വൈറ്റമിനുകളുടെ എമൗണ്ട് കൂടുന്ന ആ ഒരു കണ്ടീഷനെ പറയുന്നത് ഹൈപ്പർ വൈറ്റമിനോസിസ്. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്, ഹൈപ്പർ വൈറ്റമിനോസിസ്. വൈറ്റമിൻസിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മളിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സയൻറ്റിഫിക് നെയിംസും ഡെഫിഷ്യൻസി ഡിസീസുമാണ് ഈ ടോപ്പിക്കിലെ മെയിൻലി എക്സ്പെക്ട് ചെയ്യുന്ന ഒരു
ഏരിയ. അപ്പോൾ സയന്റിഫിക് നെയിംസ് നമ്മളിപ്പോൾ വളരെ സിമ്പിളായി നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി നമ്മൾ കോഡിലൂടെ പഠിച്ചു കഴിഞ്ഞു. ഈ ഡെഫിഷ്യൻസി ഡിസീസും കൂടെ നമുക്കൊന്ന് ഓർത്തിരിക്കണം. അപ്പോൾ ഈ ഒരു ടേബിൾ എല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കുക. ഞാൻ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. വൈറ്റമിൻ എ നമുക്കറിയാം കണ്ണിൻ്റെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നൈറ്റ് ബ്ലൈൻഡ്നെസ്, സെറോഫ്താൽമിയ. B1 ബെറിബെറി, B2 മൗത്ത് അൾസർ, B3 പെല്ലഗ്ര, B5 പരത്തേഷ്യ, B6 സ്ലീപ്ലെസ്നെസ്. സ്ലീപ്ലെസ്നെസ് ഒരു ഡെഫിഷ്യൻസി ഡിസീസ് അല്ല, ഒരു കാരണമാകുന്നതാണ്. സ്ലീപ്ലെസ്നെസ്സിന് കാരണമാകുന്നത് B6 ആണ്. B7 ഹെയർ ലോസ്, ബയോട്ടിൻ. B9 അനീമിയ, B12 പെർനീഷ്യസ് അനീമിയ. വൈറ്റമിൻ സി സ്കർവി, കോഡ് CC സ്കർവി. വൈറ്റമിൻ ഡി റിക്കറ്റ്സ്. വൈറ്റമിൻ ഇ ഇൻഫെർട്ടിലിറ്റി ആൻഡ് സ്റ്റെറിലിറ്റി. ആൻഡ് ഫൈനലി വൈറ്റമിൻ കെ എക്സസീവ് ബ്ലീഡിങ്. ഡിസീസസ് എന്തായാലും നമ്മൾ എങ്ങനെ ഈ ടോപ്പിക്കിലൂടെ നമ്മൾ എന്തായാലും കവർ ചെയ്തിരിക്കണം, കാരണം ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ തന്നെയാണ് ഡെഫിഷ്യൻസി ഡിസീസസും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ സ്ലൈഡുകളിലൂടെയുള്ള പ്രസൻറ്റേഷൻ ഇഷ്ടമായി എങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ തൊട്ട് മുമ്പുണ്ടായിരുന്ന ഗവർണർ ജനറൽസ് ആൻഡ് വൈസ്രോയ്സ് എന്ന ഒരു സ്ലൈഡ് ഉണ്ടായിരുന്നു, പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. അതെല്ലാവരും കാണുക. അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു പ്രസൻറ്റേഷൻ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് റിവേഴ്സ് ഓഫ് കേരള, അതിനെ മുൻനിർത്തിയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനൊക്കെ ഓൺ ആക്കി ഇടുക. നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു കാണാം. താങ്ക് യു.